ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റ രണ്ട് കുട്ടികളാണ്, ഇളയ രണ്ട് മക്കളാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്നത്. അതിൽ ആൽഫ്രഡിന് 75%, എംലീനയ്ക്ക് 65%-ഉമായിരുന്നു പൊള്ളൽ ഏറ്റിട്ടുണ്ടായിരുന്നത്. അതിനാൽ പക്ഷേ അവരും രാവിലെ എല്ലാം സംസാരിക്കുന്ന, ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴെല്ലാം ഇവർ സംസാരിക്കുന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഔദ്യോഗികമായി തന്നെ അല്പം മുമ്പ് 2:25-ന് എംലീനയുടെ മരണവും അതുപോലെ 3:05 ഇപ്പോൾ ആൽഫ്രഡിന്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അവർക്ക് സാധ്യമാകുന്ന എല്ലാ വിധത്തിലുമുള്ള ചികിത്സയും നൽകുന്നുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ആ കാറിനുള്ളിൽ സംഭവിച്ച ആ ഒരു വലിയ തീഗോളമായി മാറിയിരുന്നു ആ കാർ. അതിൽ തന്നെ പൊള്ളലേറ്റ് പിന്നീട് ഈ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ എല്ലാം വലിച്ച് പുറത്തേക്ക് എല്ലാം വിട്ടത്. പക്ഷേ ഒരു വിധത്തിൽ അവർക്ക് വീണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുഃഖത്തിന് പിന്നാലെ വീണ്ടും വീണ്ടും ദുഃഖം എന്നോണം ഇപ്പോൾ ആ രണ്ട് മക്കൾ കൂടി അവരെ വിട്ടുപോകുന്ന അതീവ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഈ അമ്മയും ഇപ്പോൾ ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ബേൺസ് ICUവിലാണ് ഇവരെ 4 പേരെയും പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അവരിൽ അവശേഷിക്കുന്നത് ഈ എൽസിയും അതുപോലെ തന്നെ മൂത്ത മകളായിട്ടുള്ള എലീന മരിയ മാർട്ടിനുമാണുള്ളത്. ഇവരുടെ ചികിത്സകൾ ഏതായാലും തുടർന്നു കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ വിദഗ്ധരായിട്ടുള്ള മറ്റു ഡോക്ടർമാരെല്ലാം എത്തി. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ചികിത്സയാണ് അവർക്ക് ഉറപ്പാക്കുന്നതും. ബേൺസ് ICUവിലായാലും ഈ പൊള്ളലിനെല്ലാം പേരുകേട്ട ആശുപത്രിയിലാണ് അവരുടെ ചികിത്സ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയിപ്പോൾ ഡോക്ടർമാരെല്ലാം പരിശോധിച്ച് മറ്റു വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിൽ ഏതായാലും ചികിത്സ നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതിനിടയിൽ അവർക്ക് കൂടുതൽ ദുഃഖകരമായിട്ടുള്ള തരത്തിൽ ഇപ്പോൾ ആ രണ്ട് മക്കളുടെ വിയോഗ വാർത്ത കൂടി ഔദ്യോഗികമായി തന്നെ ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരണമായി ലഭിക്കുന്നുമുണ്ട്. അത്യന്തം ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് നമ്മുടെ മുന്നിൽ സങ്കടകരമായി നിൽക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ, അമ്മയും 3 മക്കളും, 2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി. അതിൽ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മരണമാണ് അല്പം മുമ്പ് സ്ഥിരീകരിക്കുന്നത്.